കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ തളരുന്ന നേരം കരുത്തേകുവാൻ പാതയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ ദൈവാമൃതം നാഥന്റെ സ്വപ്നം
ആത്മനാഥനാം ഈശോയ്ക്ക് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. നിൻ സ്നേഹരാജനാം ഈശോയ്ക്ക് നിന്നെ കുറിച്ചൊരു സ്വപ്നമുണ്ട്. നിന്നാത്മനാഥനാം ഈശോയ്ക്ക്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പ്രൈസ് ദ ലോർഡ്. പുറപ്പാടിൻ്റെ പുസ്തകം 15-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യം. നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് ഞാൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമുക്കൊരു സഹായം ആവശ്യമായിട്ട് വരുമ്പോൾ, ഒരു പ്രശ്ന പരിഹാരം ആവശ്യമായിട്ട് വരുമ്പോൾ, നാം നമുക്കറിയാവുന്ന പരിചയമുള്ള ഒത്തിരി വ്യക്തികളെ സമീപിക്കാറുണ്ട്. ചിലപ്പോഴെങ്കിലും അവരിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്ന സഹായം ലഭിച്ചു എന്ന് വരികയില്ല. എനിക്ക് ഒരു സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോൾ ഞാനൊരു സഹോദരനെ സമീപിച്ചു. അവനോട് ചോദിച്ചു, സഹോദര, എനിക്കൊരു പ്രതിസന്ധിയുണ്ട്, നിന്റെ സഹായം എനിക്ക് ആവശ്യമാണ്. ആ സഹോദരൻ പറഞ്ഞു, താങ്കളെ സഹായിക്കാനായിട്ട് എനിക്ക് മനസ്സുണ്ട്, പക്ഷേ എൻ്റെ കയ്യിൽ പണമില്ല, എനിക്കതിനുള്ള കഴിവില്ല. ഞാൻ മറ്റൊരു സഹോദരനെ സമീപിച്ചു. അദ്ദേഹം പറഞ്ഞു, സഹോദര, എൻ്റെ കയ്യിൽ പണമുണ്ട്, എനിക്ക് നിങ്ങളെ സഹായിക്കാനുള്ള കഴിവുണ്ട്, പക്ഷേ ഞാൻ എന്തിനെ സഹായിക്കണം? എന്തുറപ്പിന്മേൽ നിങ്ങൾക്ക് ഞാൻ പണം കടം തരും? എനിക്ക് അതിനുള്ള മനസ്സില്ല. 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, ഫിസിക്സ് അവന് ഭയങ്കര ബുദ്ധിമുട്ടായി തീർന്നപ്പോൾ തൊട്ടടുത്ത ബെഞ്ചിലിരിക്കുന്ന മറ്റൊരു കുട്ടിയോട് ചോദിച്ചു, എന്നെ ഒന്ന് സഹായിക്കാമോ? ഈ ഫിസിക്സ് വിഷയം കുറേയും കൂടെ നന്നായിട്ട് മനസ്സിലാക്കാൻ നീ എന്നെ ഒന്ന് സഹായിക്കാമോ? ആ കുട്ടി മറുപടി പറഞ്ഞു, നിന്നെ എനിക്ക് സഹായിക്കണമെന്നുണ്ട്, എനിക്കതിനുള്ള മനസ്സുണ്ട്, പക്ഷേ ഫിസിക്സ് എനിക്കും ഭയങ്കര വിഷമമാണ്, എനിക്കതിനുള്ള കഴിവില്ല. അവൻ മറ്റൊരു കുട്ടിയെ സമീപിച്ചു, ഇതേ ചോദ്യം തന്നെ ആവർത്തിച്ചു, എനിക്ക് ഫിസിക്സ് ഭയങ്കര വിഷമമാണ്, നിനക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ സാധിക്കുമോ? ആ കുട്ടി മറുപടി കൊടുത്തു, എനിക്കതിനുള്ള കഴിവുണ്ട്, ഫിസിക്സ് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഈസിയാണ്, പക്ഷേ നിന്നെ സഹായിക്കാൻ എനിക്ക് മനസ്സില്ല, എനിക്കതിനുള്ള സമയമില്ല. പ്രിയപ്പെട്ടവരെ, നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് ഞാൻ എന്ന് ദൈവം നമ്മെ നോക്കി, ഓരോരുത്തരെയും നോക്കി പറയുമ്പോൾ, നിന്നെ സുഖപ്പെടുത്താൻ മനസ്സുള്ള, നിന്നെ സുഖപ്പെടുത്താൻ കഴിവുള്ള ഒരു ദൈവമാണ് അത് എന്ന് ഓർക്കണം. മത്തായിയുടെ സുവിശേഷം 8-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നാം ഒരു കുഷ്ഠരോഗിയെ കാണുന്നുണ്ട്. ആ കുഷ്ഠരോഗി കർത്താവിൻ്റെ അരികെ വന്ന് അവനെ താണുവണങ്ങി ഇങ്ങനെയാണ് ചോദിക്കുക, യേശുവേ, നിനക്ക് മനസ്സുണ്ട് എങ്കിൽ എന്നെ സുഖപ്പെടുത്താനായിട്ട് സാധിക്കും. യേശു മറുപടി നൽകി, എനിക്ക് മനസ്സുണ്ട്. നിന്നെ സുഖപ്പെടുത്താൻ മനസ്സുള്ള ഒരു ദൈവത്തിൻ്റെ മുമ്പിലാണ് നാം ഓരോരുത്തരും ഈ നിമിഷം ആയിരിക്കുക. ആ കുഷ്ഠരോഗിക്കറിയാം, ആ കുഷ്ഠരോഗി യേശുവിനെക്കുറിച്ച് ഒത്തിരി കേട്ടിട്ടുണ്ട്. യേശുവിന് സൗഖ്യം കൊടുക്കാനുള്ള കഴിവ് ഉണ്ട് എന്ന് ആ കുഷ്ഠരോഗിക്ക് വളരെ നന്നായിട്ടറിയാം. അവനറിയേണ്ടത് അവന് സൗഖ്യം കൊടുക്കുവാനായിട്ട് യേശു കർത്താവിന് മനസ്സുണ്ടോ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കുഷ്ഠരോഗി ഇങ്ങനെ ചോദിച്ചത്, നിനക്ക് മനസ്സുണ്ട് എങ്കിൽ എന്നെ ശുദ്ധനാക്കാനായിട്ട് കഴിയും. ഉടനടി കർത്താവ് മറുപടി നൽകുകയാണ്, നിന്നെ ശുദ്ധനാക്കാൻ, നിനക്ക് സൗഖ്യം നൽകാൻ, നിന്നെ സഹായിക്കാൻ, നിന്റെ കാര്യത്തിൽ ഇടപെടാൻ എനിക്ക് മനസ്സുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 14 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ
ജന്മന ഒരു അശുദ്ധാത്മാവ് ബാധിച്ച് പിശാച് ബാധയിൽ വിഷമിക്കുന്ന ഒരു മകനെയുമായിട്ട് തൻ്റെ പിതാവ് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുടെ അരികെ ആ പൈശാചിക ബന്ധനത്തിൽ നിന്ന് വിടുതൽ ലഭിക്കാനായിട്ട് ശിഷ്യന്മാരെ സമീപിച്ച് ചോദിക്കുന്നുണ്ട്. പക്ഷേ ശിഷ്യന്മാർക്ക് അതിനെ ബഹിഷ്കരിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ഈ ഒരു രംഗത്തിലാണ് പ്രാർത്ഥനയ്ക്ക് ശേഷം മലമുകളിൽ നിന്ന് യേശു കർത്താവ് അവിടേക്ക് ഇറങ്ങി വരുന്നത്. ആ പിതാവ് കർത്താവിനോട് ഇങ്ങനെയാണ് പറയുക: യേശുവേ, എൻ്റെ മകൻ വളരെ കാലമായി ഒരു അശുദ്ധാത്മാവ് പിടിപെട്ട് വിഷമിക്കുകയാണ്. ആ അശുദ്ധാത്മാവിനെ ബഹിഷ്കരിക്കുവാൻ നിൻ്റെ ശിഷ്യന്മാരോട് ഞാൻ അപേക്ഷിച്ചു, പക്ഷേ അവർക്ക് അതിന് കഴിഞ്ഞില്ല. ശിഷ്യന്മാർക്ക് മനസ്സുണ്ടായിരുന്നു ഒരു പക്ഷേ ആ കുട്ടിക്ക് സൗഖ്യം നൽകുവാനായിട്ട്, പക്ഷേ അവർക്കതിന് കഴിഞ്ഞില്ല. ഇപ്പോൾ ഈ പിതാവ് യേശുവിനോട് ചോദിക്കുകയാണ്, നിനക്കെങ്കിലും അതിന് കഴിയുമോ? കർത്താവ് ഒരു മറുചോദ്യം ചോദിക്കുകയാണ്, കഴിയുമെങ്കിലോ എന്നോ? വിശ്വസിക്കുന്നവന് എല്ലാം സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇവിടെ നാം കാണുന്നത് പുറപ്പാട് 15:26 ദൈവം അരുളി ചെയ്തു, നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് ഞാൻ. ഈ രണ്ട് സംഭവങ്ങളിലൂടെ കർത്താവ് നമ്മോട് വ്യക്തമായിട്ട് സംസാരിക്കുകയാണ്, നിന്നെ സുഖപ്പെടുത്താൻ എനിക്ക് മനസ്സുണ്ട്, നിന്നെ സുഖപ്പെടുത്താൻ എനിക്ക് കഴിവുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ കഴിവുള്ള, മനസ്സുള്ള, സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കർത്താവിൻ്റെ മുമ്പിലാണ്, കർത്താവിൻ്റെ വചനമാണ് നാം ഈ നിമിഷം കേട്ടുകൊണ്ടിരിക്കുക. ജീവിതത്തിൽ നാം 3 തരം ആളുകളെ കാണാനായിട്ട് സാധിക്കും. ഒന്ന്, സ്വന്തം പ്രശ്നങ്ങൾ, സ്വന്തം പ്രയാസങ്ങൾ, സ്വന്തം രോഗങ്ങൾ, സ്വന്തം വേദനകൾ സ്വയമായിട്ട് കടിച്ച് അമർത്തുന്നവർ, സ്വയം വിഴുകുന്നവർ, മറ്റാരുമായിട്ടും പങ്കുവയ്ക്കാൻ മടിക്കുന്നവർ. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ കൈ ശോഷിച്ച ഒരുവനെ നാം കാണുന്നുണ്ട്. യേശു കർത്താവ് സിനഗോഗിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ വലത് കൈ ശോഷിച്ചതിൻ്റെ പേരിൽ മനസ്സും ശരീരവും ശോഷിച്ചവനായിട്ട് ആ സിനഗോഗിൻ്റെ അങ്ങേ പിറകിൽ ഒരു മൂലയിൽ ആരെയും നോക്കാതെ, ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കൈ ശോഷിച്ച ആ രോഗി ഇരിക്കുന്നുണ്ടായിരുന്നു. കർത്താവ് അവനെ ശ്രദ്ധിച്ചു. കർത്താവ് അവനെ നടുവിലേക്ക് വിളിക്കുകയാണ്. കർത്താവ് അവന് സൗഖ്യം കൊടുക്കുകയാണ്. മറ്റൊരു രംഗം നമ്മൾ കാണുന്നത് 18 വർഷമായിട്ട് ഒരു അശുദ്ധാത്മാവ് ബാധിച്ച കൂനിപ്പോയ ഒരു സ്ത്രീയെക്കുറിച്ചാണ്. ഈ സ്ത്രീയും സിനഗോഗിൽ കർത്താവിൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് കർത്താവിനെ നേരിട്ട് കാണാൻ പോലും സാധിക്കാത്ത വിധം അവൾ കൂനിപ്പോയിരിക്കുകയാണ്. അവളുടെ രോഗം, അവളുടെ വേദന, അവളുടെ നൊമ്പരം അവളിലേക്ക് തന്നെ വലിച്ചിറക്കിക്കൊണ്ടാണ് അവൾ അവിടെ ഇരിക്കുന്നത്. അവൾ കർത്താവിനോട് ആവശ്യപ്പെടുന്നില്ല എന്നെ സുഖപ്പെടുത്തണമേ എന്ന്. അവൾ മറ്റുള്ളവരുടെ സഹായം അഭ്യർത്ഥിക്കുന്നില്ല, യേശുവിനോട് ഒന്ന് പറയൂ എന്നെ സ്പർശിച്ച് സുഖപ്പെടുത്തണേ എന്ന്. സ്വയം കടിച്ചമർത്തുന്നവർ. രണ്ടാമത്തെ കൂട്ടരാണ് എപ്പോഴും സ്വന്തം പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നവർ. ആരോടും ഏതു സമയത്തും എപ്പോഴും അവർക്ക് സംസാരിക്കാനുള്ളത് അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ വേദനകൾ, അവരുടെ നൊമ്പരങ്ങൾ, അവരുടെ വെല്ലുവിളികൾ, അവരുടെ പ്രതിസന്ധികൾ മാത്രം. ബത്സൈദ കുളക്കടവിലെ തളർവാദ രോഗിയെ നമുക്ക് പരിചയമുണ്ട്. കർത്താവിൻ്റെ ചോദ്യം വളരെ വ്യക്തമാണ് ആ രോഗിയോട്, മകനെ, നിനക്ക് സൗഖ്യം പ്രാപിക്കണമോ? എന്നാൽ ആ രോഗി ഉത്തരം നൽകുക മറ്റൊരു ചോദ്യത്തിലൂടെയാണ്. പക്ഷേ ഈ വെള്ളം അനങ്ങുമ്പോൾ എന്നെ ഈ വെള്ളത്തിലേക്ക് എടുത്ത് ഇടാനായിട്ട് ഇവിടെ ആരുമില്ലല്ലോ. കർത്താവ് ചോദിക്കുന്നത് നിനക്ക് സൗഖ്യപ്പെടണമോ? ഇവൻ്റെ ഉത്തരം ഇവൻ്റെ പ്രശ്നമാണ്. എല്ലാ കാലത്തും എല്ലാ സമയവും ആരോടും എപ്പോഴും ഇങ്ങനെയുള്ള കൂട്ടർക്ക് സംസാരിക്കാനുള്ളത് അവരുടെ പ്രശ്നങ്ങൾ മാത്രമാണ്. സൗഖ്യം തൊട്ടുമുമ്പിൽ നിൽക്കുമ്പോഴും, സൗഖ്യം തരുന്ന ദൈവം തൊട്ടുമുമ്പിൽ ചോദ്യവുമായിട്ട്
മനസ്സുമായിട്ട് കഴിവുമായിട്ട് നിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴും നീ ചിന്തിക്കുന്നതും നീ പറയുന്നതും നിൻ്റെ പ്രശ്നത്തെക്കുറിച്ചാണ്. മൂന്നാമത്തെ തരം ആൾക്കാർ ഇങ്ങനെയാണ്. അവർ സ്വന്തം പ്രശ്നങ്ങളെ സ്വന്തം കഴിവുകൊണ്ട് നേരിടുന്നവരാണ്. അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അവരുടെ കഴിവിലും അവരുടെ പരിചയത്തിലും ആശ്രയിച്ചുകൊണ്ട് എങ്ങനെയൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കും എന്ന് ചിന്തിക്കുന്നവരാണ് അവർ. യോന പ്രവാചകനെ നമുക്കറിയാം. യോന പ്രവാചകനെ മറ്റുള്ളവർ കൂടി കപ്പലിൽ നിന്ന് കടലിലേക്ക് എറിഞ്ഞു. കടലിലെ ഒരു തിമിംഗലം ആ യോന പ്രവാചകനെ വിഴുങ്ങി. 3 ദിവസം അവൻ സ്വന്തം പ്രശ്നത്തെ അവൻ നിയന്ത്രിക്കാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീടാണ് മനസ്സിലായത്, എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ പരിചയം കൊണ്ട്, എൻ്റെ ശക്തി കൊണ്ട് എൻ്റെ പ്രശ്നങ്ങളെ തീർക്കാൻ എനിക്ക് കഴിയില്ല എന്ന്. അപ്പോഴാണ് അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുക. When you start navigating your problems, after some time, your problems will start navigating you. ഈ 3 തരം ആൾക്കാരാണ് ജീവിതത്തിൽ നാം കാണുക. ഇവരോടൊക്കെ കർത്താവായ ദൈവം ഈ നിമിഷം, ഈ ദിവസം സ്വർഗത്തിൻ്റെ ദൂതുമായിട്ട് ഇങ്ങനെയാണ് പറയുക: മകനെ, മകളെ, നിന്നെ സുഖപ്പെടുത്തുന്ന, നിന്നെ സുഖപ്പെടുത്താൻ മനസ്സുള്ള, നിന്നെ സുഖപ്പെടുത്താൻ കഴിവുള്ള ദൈവമാണ് ഞാൻ എന്ന്. ഇപ്പോഴത്തെ കാലം എക്സ്ചേഞ്ച് മേളകളുടെ കാലമാണ്. ട്രേഡിംഗ് ബസാറിൻ്റെ യുഗത്തിലാണ് നാം ഒക്കെ ജീവിക്കുക. എല്ലാ ബിസിനസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സും നമ്മോട് പറയുന്നത് ഇങ്ങനെയാണ്: പഴയ കാറ് കൊണ്ടുവാ, പുതിയതൊരെണ്ണം വാങ്ങിപ്പോ. പഴയ വാഷിംഗ് മെഷീൻ കൊണ്ടുവരൂ, പുതിയ ഒരെണ്ണം വാങ്ങിപ്പോകൂ. പുതിയ മിക്സിയോ, പഴയ മിക്സിയോ, പഴയ മൊബൈലോ, പഴയത് എന്തുമാകട്ടെ അതെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരിക, ഞങ്ങളിൽ നിന്ന് പുതിയതൊരെണ്ണം വാങ്ങിപ്പോകുക. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഈ ഒരു എക്സ്ചേഞ്ച് മേള ആദ്യം തുടങ്ങുന്നത് യേശു കർത്താവാണ്. മത്തായിയുടെ സുവിശേഷം 11-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യം: അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അരികിൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കടബാധ്യത ഉള്ളവർ, തഴക്കദോഷങ്ങളിൽ കഴിയുന്നവർ, രോഗികളായിട്ട് ജീവിക്കുന്നവർ, വേദനയോടെ കഴിച്ചുകൂട്ടുന്നവർ, ഇവരോടൊക്കെ കർത്താവ് ഇന്ന് സംസാരിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ അരികിലേക്ക് വാ. നിങ്ങളുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പരിഭവങ്ങളും പരാതികളും പ്രതീക്ഷകളും ഒക്കെ എൻ്റെ അരികിലേക്ക് കൊണ്ടുവരിക. അതെല്ലാം എനിക്ക് തരിക. ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാം. ഞാൻ നിങ്ങൾക്ക് സമാധാനം തരാം. ഞാൻ നിങ്ങൾക്ക് സന്തോഷം തരാം. ഞാൻ നിങ്ങൾക്ക് സൗഖ്യം തരാം. എന്നിൽ നിന്ന് സ്നേഹവും സൗഖ്യവും വിശുദ്ധിയും അഭിഷേകവും ജ്ഞാനവും ഒക്കെ സ്വീകരിക്കാനായിട്ട്, നിൻ്റെ പ്രയാസങ്ങളായിട്ട്, നിൻ്റെ ബുദ്ധിമുട്ടുകളായിട്ട്, നിൻ്റെ പരിഭവങ്ങളായിട്ട്, നിൻ്റെ ആന്തരിക മുറിവുകളായിട്ട് നീ എൻ്റെ അരികിലേക്ക് വരിക. ഇത് ദൈവത്തിൻ്റെ ഒരു ക്ഷണമാണ്. ദൈവം നമ്മോട് പറയുന്നു, നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് ഞാൻ. നിന്നെ സുഖപ്പെടുത്താൻ എനിക്ക് മനസ്സുണ്ട്, നിന്നെ സുഖപ്പെടുത്താൻ എനിക്ക് കഴിവുണ്ട് എന്ന് പറയുമ്പോൾ ഇതുകൂടെ അതിനോടൊപ്പം ചേർത്ത് പറയുകയാണ്: മകനെ, മകളെ, നിൻ്റെ അസുഖം, നിൻ്റെ രോഗം, നിന്നെ അലട്ടുന്ന പ്രശ്നങ്ങൾ, നിന്നെ അലട്ടുന്ന ബന്ധനങ്ങൾ ഇതെല്ലാം എന്നിലേക്ക് കൊണ്ടുവരിക, എൻ്റെ അരികിലേക്ക് വരിക. സ്വയം കടിച്ചമർത്താതെ, സ്വയം വിഴുങ്ങാതെ, മറ്റുള്ളവരുമായിട്ട് എപ്പോഴും അതിനെക്കുറിച്ച് പറഞ്ഞു നടക്കാതെ, മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോൾ എല്ലാ നിമിഷവും ഈ പ്രശ്നങ്ങളെയും രോഗങ്ങളെയും വേദനകളെയും കുറിച്ച് മാത്രം പറഞ്ഞ് നടക്കാതെ, അല്ലെങ്കിൽ നിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ, രോദനങ്ങൾ, രോഗങ്ങളെല്ലാം നിൻ്റെ കഴിവുകൊണ്ട്, പരിചയം കൊണ്ട്, ശക്തി കൊണ്ട് നിയന്ത്രിക്കാൻ നീ പരിശ്രമിക്കാതെ ഇതെല്ലാം എന്നിലേക്ക് കൊണ്ടുവരിക, എൻ്റെ അരികിലേക്ക് കൊണ്ടുവരിക. ഞാൻ നിന്നെ ആശ്വസിപ്പിച്ചയക്കാം. എൻ്റെ ആശ്വാസം, എൻ്റെ സമാധാനം, എൻ്റെ സൗഖ്യം നിനക്ക് ഞാൻ ദാനമായിട്ട് തരാം.
പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈ ദിവസം ദൈവമായ കർത്താവ് വളരെ വ്യക്തമായിട്ട് നമ്മോട് സംസാരിക്കുകയാണ്. നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവ് ഞാനാകുന്നു. നിന്നെ സുഖപ്പെടുത്താൻ മനസ്സുള്ള കർത്താവ് ഞാനാകുന്നു. നിന്നെ സുഖപ്പെടുത്താൻ കഴിവുള്ള കർത്താവ് ഞാനാകുന്നു. നിന്റെ പ്രയാസങ്ങൾ, നിന്റെ ബുദ്ധിമുട്ടുകൾ, നിന്റെ രോഗങ്ങൾ, നിന്റെ പ്രതിസന്ധികൾ എല്ലാം എൻ്റെ അരികിലേക്ക് എനിക്ക് വിട്ടുതരിക. എന്നിൽ നിന്ന് ആശ്വാസവും സമാധാനവും സന്തോഷവും സൗഖ്യവും നീ സ്വീകരിക്കുക. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, അവിടുത്തെ വചനത്തിനായിട്ട്, ശക്തിയുള്ള അവിടുത്തെ സ്വർഗത്തിൻ്റെ ദൂതനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ വചനം ഞങ്ങൾക്ക് ഒത്തിരി അഭിഷേകമായിട്ട് തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ രോഗങ്ങളിൽ, ഞങ്ങളുടെ വേദനകൾ, ഞങ്ങളുടെ പ്രയാസങ്ങൾ, ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, ഞങ്ങളുടെ മുറിവുകൾ ഇതെല്ലാം നാഥ അങ്ങയുടെ കാൽക്കീഴിൽ സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുത്തെ വചനത്തിൻ്റെ യോഗ്യതയിൽ ഞങ്ങളെ ഓരോരുത്തരെയും ഈ നിമിഷം അവിടുന്ന് സൗഖ്യപ്പെടുത്തണമേ. അമ്മേ മാതാവേ, മകനിൽ നിന്ന് സൗഖ്യം സ്വീകരിക്കാനുള്ള യോഗ്യത ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നതിന് വേണ്ടി അവിടുന്ന് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. ഏകാകിയായൊരാ വേഴാമ്പൽ പോലെ ഞാൻ തെളിനീരു തിരയുന്ന ദാർത്തനാ. മറക്കരുതേ നിന്റെ തിരുമുഖം ദൈവമേ, മറക്കരുതേ നിന്റെ തിരുമുഖം ദൈവമേ. എൻ്റെ കണ്ണുനീരിൻ പാനപാത്രം കാണണേ, കരുണ തോന്നണേ ദൈവമേ, കരം പിടിച്ചു നടത്തണേ, കനിവു തോന്നി കടങ്ങളെല്ലാം ഓർക്കേണമേ. കരുണ തോന്നണേ ദൈവമേ, കരം പിടിച്ചു നടത്തണേ, കനിവു തോന്നി കടങ്ങളെല്ലാം ഓർക്കേണമേ. പേരു ചൊല്ലി ശപിക്കുന്ന വൈരികൾ ചുറ്റും നിന്ദനത്താൽ നിരന്തരം ക്രൂശിക്കുമ്പോ, പേരു ചൊല്ലി ശപിക്കുന്ന വൈരികൾ ചുറ്റും
ദിനങ്ങൾ നോക്കി ഞാൻ നിന്റെ ദർശനം കൊതിച്ചു കാത്തു നിൽക്കുമ്പോ നിഴലു പോലെ നീങ്ങുന്ന ദിനങ്ങൾ നോക്കി ഞാൻ നിന്റെ ദർശനം കൊതിച്ചു കാത്തു നിൽക്കുമ്പോൾ സ്വർഗവാതിൽ തുറന്നൊന്നു നോക്കണേ എൻ ദൈവമേ, നീറുമെൻ്റെ രോദനങ്ങൾ ഏറ്റുവാങ്ങണേ. ഏകാകിയായൊരാ വേഴാമ്പൽ പോലെ ഞാൻ തെളിനീരു തിരയുന്ന ദാർത്തന മറയ്ക്കരുതേ നിന്റെ തിരുമുഖം ദൈവമേ, മറയ്ക്കരുതേ നിന്റെ തിരുമുഖം ദൈവമേ. എൻ്റെ കണ്ണുനീരിൻ പാനപാത്രം കാണണേ, കരുണ തോന്നണേ ദൈവമേ, കരം പിടിച്ചു നടത്തണേ, കനിവു തോന്നി കടങ്ങളെല്ലാം പൊറുക്കേണമേ. കരുണ തോന്നണേ ദൈവമേ, കരം പിടിച്ചു നടത്തണേ, കനിവു തോന്നി കടങ്ങളെല്ലാം പൊറുക്കേണമേ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ അമൃതം